36ാമത് റവന്യൂ ജില്ലാ കലോത്സവം പൊട്ടിപ്പൊടിക്കുകയാണ് ഇരിങ്ങാലക്കുടയിൽ. ഇല്ലേ ശരി? കാരണം നമുക്ക് പിന്നിൽ കാണാൻ കണ്ട ഈ ട്രോഫികളൊക്കെ ഓരോ കലാപ്രതിഭകൾക്കും ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. പലതും ഇപ്പോ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് മത്സരത്തിൽ വിജയികളാവുന്ന കുട്ടികൾക്ക് അപ്പപ്പോ ഓരോ ദിവസവും കൊടുക്കുന്നുണ്ട് ട്രോഫികളൊക്കെ. ഓരോ പ്രതിഭകളെയാണ് വാർത്തെടുക്കുന്ന ഓരോ കലോത്സവത്തിലും. നമുക്ക് ഇരിങ്ങാലക്കുടയിലേക്ക് വരുമ്പോൾ ഇത്തവണ ഇപ്പം അശ്വതി കുറെ വേദികളിലൊക്കെ പോയിട്ടുണ്ടാവും. ഏറ്റവും സവിശേഷമായി തോന്നിയ അല്ലെ ഏറ്റവും പ്രത്യേകമായി തോന്നിയ മത്സരങ്ങൾ ഏതൊക്കെയായിരുന്നു? അങ്ങനെ ഒരു മത്സരത്തെ നമുക്ക് പ്രത്യേകത എന്നുള്ളത് പറയാനായിട്ട് തോന്നുന്നില്ല. പക്ഷെ എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സിലിരുന്ന് കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ വേദികളിലും ചില സമയത്ത് സമയപരിമിതി, അത് സമയം വൈകുന്നുണ്ട് തുടങ്ങുന്നതായിട്ട്, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്ഥിരം സാധനങ്ങളാണ് വൈകി തുടങ്ങൽ എന്നാൽ വൈകി അവസാനിക്കല്. ഈ നമ്മൾ ഈ ജോലിയുടെ കാര്യമൊക്കെ പറയുന്ന പോലെ വൈകി വന്നാൽ എന്താ നേരത്തെ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ, പക്ഷെ ഇവിടെ നേരത്തെ പോക്കില്ല. വൈകി വന്നാൽ വൈകി തന്നെയാണ് കലാപ്രകടനങ്ങളൊക്കെ തന്നെ അവസാനിക്കുന്നത്. എന്തായാലും അശ്വതി പറഞ്ഞ പോലെ തന്നെ മിക്ക വേദികളിലും സമയക്രമം ഏറെക്കുറെ പാലിക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണ തോതിൽ അത് ഫലവത്താകുന്നില്ല. അതിന്റെ ഒരു പ്രശ്നം പ്രതിഭകളിലും അല്ലെങ്കിൽ കലാപ്രകടനങ്ങളിലും അത് ദൃശ്യമാകുന്നുണ്ട്. മിക്കപ്പോഴും നിറഞ്ഞ സദസ്സിൽ നടക്കേണ്ട കലാപ്രകടനങ്ങൾ പലപ്പോഴും രാത്രിയിലേക്ക് എത്തുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സിനെ മിക്കപ്പോഴും കിട്ടാറില്ല. അത് കലാപ്രകടനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അല്ലെ അവർക്ക് അതൊരു വലിയൊരു വിഷമം സൃഷ്ടിക്കുന്നതാണ്. എന്തായാലും മറ്റ് വേദിയിൽ ഇപ്പം നമുക്ക് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കാരണം തൃശ്ശൂർ വെസ്റ്റും, അതായത് നഗരങ്ങൾ തമ്മിലുള്ള കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നത്. തൃശ്ശൂർ ഒന്ന് പോയിന്റ് പറയുകയാണെങ്കിൽ തൃശ്ശൂർ വെസ്റ്റും തൃശ്ശൂർ ഈസ്റ്റുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഈ പോയിന്റ് തന്നെ നോക്കുക, 455ഉം 452 ഒക്കെയാണ് പോയിന്റുകൾ. രണ്ടാം ദിവസം എത്തുമ്പോൾ ഇങ്ങനെ ചെറിയൊരു വ്യത്യാസത്തിലാണ്. ഇപ്പം ആദ്യത്തേറെ ഇരിങ്ങാലക്കുട ആദ്യ ദിവസം വളരെ പിന്നിലായിരുന്നു. എനിക്കൊന്ന് ഇന്ന് രാവിലെ അത് രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പൊ കടുത്തൊരു വാശിയിലുമാണ്. 2022 ഇവിടെ മത്സരം നടന്നപ്പോ അവരായിരുന്നു വിജയികൾ. അതുകൊണ്ട് വീണ്ടും ആ കപ്പ് തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള നടക്കുന്നത് മറ്റവർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം പിന്നെ എടുത്തു പറയേണ്ടത് പല ഇപ്പൊ പണി നൃത്തമാണെങ്കിലും അത്തരത്തിലുള്ള കുറെ നൃത്തങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എനിക്കൊന്ന് കാണികളെ ഇച്ചിരൂടെ ഒന്ന് ആകർഷിക്കുന്നതാണ്. ഇല്ല, എനിക്കൊന്ന് അശ്വതി അവിടെ പോയതല്ലേ, എങ്ങനെയുണ്ടായിരുന്നു? ഈ പണി നൃത്തത്തിൽ എനിക്ക് തോന്നിയത് പല പെർഫോമൻസും ഒരു റിപ്പിറ്റേഷൻ പോലെ തോന്നുന്നതായിട്ട്, അതായത് അവരുടെ വേഷവിധാനമാണെങ്കിലും പാട്ടാണെങ്കിലും ഒക്കെ ഒന്നിനെ തന്നെയാണ് മറ്റതിന്റെ വരുന്നത് പോലെ തോന്നി. പക്ഷെ അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പൊ സമ്മാനം കിട്ടുന്നത് വ്യത്യസ്തതയുള്ളവർക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം തോന്നി. എനിക്ക് തോന്നുന്നു ഈ പുതിയൊരു ഇനങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ കലാപ്രതിഭകളെ സംബന്ധിച്ച് അത് പഠിച്ചെടുക്കാൻ താമസം, പിന്നെ പലതും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകർത്തിയെടുക്കുക എന്നുള്ളൊരു പരമ്പരാഗതമായ ഒരു രീതിയാണ് കലോത്സവത്തെ സംബന്ധിച്ച്. പല അധ്യാപകരും പരിശീലകരും വരുമ്പോൾ അത് പിന്നീട് ഒരെണ്ണം ചെയ്ത് റിപ്പീറ്റ്, അതിൽ ചെറിയ വകഭേദങ്ങളൊക്കെ വരുത്തി മാത്രമാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു റിപ്പീറ്റേഷൻ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ വന്നു ചേർന്നത്. എങ്കിലും അതിലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഓരോ സ്കൂളുകാരും എന്നുള്ളതാണ്. ഓരോ വർഷം കഴിയുന്നതോറും അതിൽ കൂടുതൽ വ്യത്യസ്തമായി വരും. ആ ഒരു തനിമ പക്ഷെ നഷ്ടപ്പെടാതിരിക്കണം എന്നുള്ളതാണ്. പണി നൃത്തം എന്ന് പറഞ്ഞാൽ പണി നൃത്തം തന്നെ ആയിരിക്കണമല്ലോ. ബാക്കിയുള്ളവർക്ക് പണി കൊടുക്കുന്നതാവരുത് പണി നൃത്തം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ മറ്റ് പ്രകടനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചവിട്ടുനാടകം ഉണ്ടായിരുന്നു. കാരണം ഒട്ടേറെ പാരമ്പര്യമുള്ള ഒരു കലാരൂപമാണ് അത്. അതിന്റെ ചവിട്ട് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ നമ്മുടെ പ്രോഗ്രാമിലൂടെ കാണാൻ കഴിയും. എന്തായാലും ഇങ്ങനെ ഒട്ടേറെ പരിപാടികളും പ്രകടന മികവും ഒക്കെ ആയിട്ടാണ് ഇക്കുറിയും ഇരിങ്ങാലക്കുടയിൽ കലോത്സവം പുരോഗമിക്കുന്നത്. എന്തായാലും രണ്ടാം ദിവസം ഏറെക്കുറെ അതിന്റെ ഒരു സമാപനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും പല വേദികളും സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. മറ്റു വേദികളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പരിചമുട്ടുകളി ഒന്നാം സ്ഥാനം കിട്ടിയ ടീമിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ആവേശം തോന്നും കാണുന്ന സമയത്ത് തന്നെ. കുറച്ച് പേടിയും തോന്നും, കാരണം ആയുധം വെച്ചുള്ള കളിയാണല്ലോ. ഓരോന്നും വളരെ വ്യത്യസ്തമായി അതിന്റെ ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്യാനായിട്ട് കുട്ടികൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഒപ്പം നിൽക്കുന്ന അധ്യാപകരും പരിശീലകരും ഒക്കെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് കലോത്സവ വേദിയിലെ ഒരു പ്രത്യേകത. അതുപോലെ ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ TCV ലൈവ് സ്റ്റുഡിയോ അപ്ഡേറ്റ്സ് നമ്മൾ നൽകുന്നുണ്ട്. സമ്മാനം വാങ്ങാനായിട്ട് എത്തിയ കുട്ടികൾ ഓരോരോ പെർഫോമൻസിൽ വിജയികൾക്ക് മാക്സിമം അന്നോ പിറ്റേ ദിവസമായിട്ടോ സമ്മാനം കൊടുക്കാനായിട്ട്, ട്രോഫികൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിരുന്നു. അതിനപ്പുറത്തേക്ക് അവരുടെ പ്രകടന മികവ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതായത് സദസ്സിലിരിക്കുന്നവർക്ക് അപ്പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ TCVയുടെ പങ്ക് വളരെ വലുതാണ്. കാരണം ഇപ്പോൾ അത് ഫുൾ ടൈം ലൈവിലേക്കും മറ്റും പ്രോഗ്രാമുകളിലേക്കും ഒക്കെ ആയി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പം ഇതുപോലുള്ള നമ്മുടെ ലൈവ് ഷോകളും അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാമുകളും ഒക്കെ ഒട്ടേറെ പേരുടെ കലാപ്രകടന മികവും
പല വേദികളിൽ നിന്നും പല പല പെർഫോമൻസ് നമുക്ക് ലൈവായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ വിജയികളെ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നുണ്ട് പ്രേക്ഷകരിലേക്ക്. അവരുടെ ഒരു എഫേർട്ടും അവരുടെ ഒരു ടാലന്റും ഒക്കെ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട്, അതായത് ഇരിങ്ങാലക്കുടയിൽ വന്ന് ഈ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കാത്തവർക്ക് നമ്മൾ അവരുടെ വീട്ടില് ഇരിങ്ങാലക്കുടയിലെ കലോത്സവത്തെ എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് വിരുന്നു മുറിയിൽ നമ്മളുടെ ഈ വിരുന്നുകൾ, കലാ വിരുന്നുകൾ എത്തിക്കുകയാണ് TCV ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പം 2 ദിവസമാണ് അവശേഷിക്കുന്നത്. എനിക്കൊന്ന് ഇന്നും അല്പം വൈകാൻ കാരണമുണ്ട്. മിക്ക വേദികളിലും ഈ പറഞ്ഞ പോലെ തന്നെ താമസിച്ച് പരിപാടികൾ തുടങ്ങേണ്ട ഒരു കാലതാമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില വേദികളിലെങ്കിലും അല്പം വൈകി മാത്രമേ ആ പ്രകടനമൊക്കെ അവസാനിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അതിനുശേഷം ഫലപ്രഖ്യാപനം ഉണ്ടാകണം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് നിലയൊന്നും ആവില്ല. ഇപ്പോൾ വീണ്ടും മാറുകയാണ്. കാരണം തൃശ്ശൂർ വെസ്റ്റ്, തൃശ്ശൂർ ഈസ്റ്റ്, ഇരിങ്ങാലക്കുട, കുന്നംകുളം, വലപ്പാട് ഈ ഉപജില്ലകളാണ് ഇപ്പോൾ ഏറെക്കുറെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നിൽക്കുന്നത്. അപ്പം എത്ര കണ്ട് ഇത് അവസാന ദിവസം വരെ പോയിന്റ് നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം എന്തോരം പ്രതിഭകളാണ്. കാരണം 8500ഓളം പ്രതിഭകളാണ് ഈ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. അപ്പൊ അവരുടെയൊക്കെ ആ പ്രകടന മികവ് ഓരോ സബ് ജില്ലയ്ക്കും മികവ് സമ്മാനിച്ച് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. പിന്നെ നമുക്ക് പറയാമല്ലോ, നമ്മുടെ തട്ടകത്താണ് ഈ പ്രാവശ്യം സംസ്ഥാന കലോത്സവം വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആവേശമുണ്ട്. കാരണം സ്വർണ്ണക്കപ്പ് ജേതാക്കളാണ് നിലവിൽ. അപ്പൊ ആ സ്വർണ്ണക്കപ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് വലിയൊരു പോരാട്ടമാണ്. അപ്പം മത്സരാർത്ഥികളിൽ ആ ഒരു ആവേശം വല്ലാണ്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ട്രോഫി ഉണ്ട്, മറ്റ് ജില്ലകൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത. 17.5 ഗ്രാമിന്റെ ഒരു എവർ റോളിംഗ് ട്രോഫി നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ വിജയികളാവുന്ന ഉപജില്ലയ്ക്ക് നൽകുന്നുണ്ടല്ലോ. അതായത് സംസ്ഥാന ട്രോഫിയുടെ അതേ പതിപ്പ്. അത് പവനാണെങ്കിൽ ഇത് ഗ്രാമമായി പവനുള്ള സ്വർണ്ണ ട്രോഫിയാണ് സംസ്ഥാന തലത്തിൽ വിജയികളാകുന്ന ജില്ലയ്ക്ക് കൊടുക്കുന്നത്. ഇപ്പൊ നിലവിൽ അത് തൃശ്ശൂർ ജില്ലയുടെ പക്കലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുപോലെ അതിന്റെ ഒരു മിനിയേച്ചർ എന്നുള്ള രീതിയിലാണ് ഈ 117.5 ഗ്രാമിന്റെ സ്വർണ്ണ കപ്പ് നമ്മള് തൃശ്ശൂർ ജില്ലയിൽ വിജയിക്കുന്ന ഉപജില്ലയ്ക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ ആ ഒരു സ്വർണ്ണ കപ്പ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ നോട്ടം ഇട്ടിട്ടാണ് എല്ലാ സ്കൂളുകളിലെ കുട്ടികളും സ്വപ്നം കാണുന്നത്, പരിശ്രമിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കണ്ടില്ല, ഇത്തരം ട്രോഫികൾ ഇങ്ങനെ അലങ്കരിച്ച് നിറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് സ്വന്തമാക്കാൻ, ഇതിനൊപ്പം ഒന്ന് കയ്യിൽ പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ ഓരോ മത്സരാർത്ഥികളും എന്തോരം ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഇപ്പൊ വരുന്നത് 12 ഉപജില്ലകളിൽ നിന്നാണെങ്കിൽ പോലും എല്ലാവർക്കും ട്രോഫികൾ കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് 1ാം സ്ഥാനമാണ്. പലർക്കും കിട്ടും 1, 2, 3 സ്ഥാനം കിട്ടാത്തവരും ഗ്രേഡുകളുമായി മടങ്ങി പോകുന്നവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു 1ാം സ്ഥാനം കിട്ടണം, സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കണം എന്നൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി തന്നെയാണ് ഇവിടെ എല്ലാവരും എത്തുന്നത്. അതിന്റെ ആ ഒരു മാക്സിമം ലെവലിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അധ്യാപകരാണെങ്കിലും അധ്യാപക സംഘടനകളാണെങ്കിലും എല്ലാവരും അതിനോടൊപ്പം നിൽക്കുന്നുണ്ട്, കുട്ടികളോടൊപ്പം നിൽക്കുന്നുണ്ട് അല്ലേ. നല്ല പായസമായിരുന്നു. എനിക്ക് തോന്നുന്നു സാധാരണ കലോത്സവത്തില് അവസാന ദിവസമൊക്കെ ആയിരിക്കും പായസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം. അതെ, ഇവിടെ എല്ലാ ദിവസവും പായസമാണ്, സദ്യയാണ് എല്ലാ ദിവസവും അല്ലേ. അതെ അതെ, തീർച്ചയായും. കാരണം നമുക്കറിയാം, ഇതുപോലുള്ള വലിയൊരു ഇവന്റ് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടന മികവെന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടാവണം. കാരണം ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തൃശ്ശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തെ സംബന്ധിച്ച് 36 വർഷത്തെ പഴക്കമാണ്. അപ്പൊ ആ ഒരു തഴക്കവും മിഴക്കവും ഒക്കെ ഓരോ സംഘാടകരിലുമുണ്ട്. കാരണം പുതുതലമുറ വരുമ്പോൾ പോലും അത്രയും അണിയറ പ്രവർത്തനങ്ങളിൽ അവർ കൂടുതൽ സജീവമാകുന്നുണ്ട്. ഏറ്റവും മികച്ച ഔട്ട്പുട്ട് കൊടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. അത് അണിയറ പ്രവർത്തകരിൽ തുടങ്ങി വേദിയിലെത്തുന്ന മികച്ച പ്രതിഭകളിൽ വരെ അത് എത്തി നിൽക്കുകയാണ്. അപ്പം അതിൽ പ്രധാന ഒരു ഘടകമാണ് കലവറ എന്ന് പറയുന്നത്. കാരണം ഓരോ ദിവസവും വന്നെത്തുന്ന ഈ ആയിരക്കണക്കിന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ വിരുന്നൂട്ടുകയാണ്. കാരണം സദ്യയാണ്, പായസത്തോടു കൂടിയ സദ്യ. അപ്പം അത്തരത്തിലുള്ള വിഭവസമൃദ്ധമായ സദ്യ നൽകുന്നതും അതും ഒരു കലയാണ്. കാരണം നമുക്കിപ്പോ അറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാട്ടാണ്, അധ്യാപകരുടെ പാട്ടൊക്കെയാണ്. കാരണം അധ്യാപകരും പോലീസുകാരും ഒക്കെ പാട്ട് പാടുകയാണ്. കാരണം വണ്ടിയിറങ്ങി നിൽക്കുന്നവരൊക്കെ തന്നെ അധ്യാപകരൊക്കെയാണ്. അപ്പൊ അവര് പാട്ടുപാടിയാണ് കുട്ടികളെ മറ്റേ സദ്യ കഴിപ്പിക്കുന്നത്. അപ്പൊ ആസ്വാദനം സമയത്ത് പോലും ആരും വെറുതെ സമയം കളയണ്ട, ആ സമയത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഇവിടെ കലാപ്രകടനങ്ങൾ എന്നുള്ള ഒരു തീമിലാണ് പരിപാടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരു ആഘോഷമാണ്. ഈ 36ാമത് തൃശ്ശൂർ ജില്ലാ കലോത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിങ്ങാലക്കുടയിൽ എല്ലാവരും ചേർന്ന്. ആഘോഷം തുടരട്ടെ. ഇനി 2 നാൾ കൂടി ബാക്കിയുണ്ട്. ആ ദിവസവും നമുക്ക് ആഘോഷം അടിച്ചു പൊളിക്കണം. ആർക്കാകും ഇവിടുത്തെ സ്വർണ്ണക്കപ്പ് എന്ന് കണ്ടു തന്നെ അറിയാം. അതെ, TCVക്കൊപ്പം എല്ലാവർക്കും ആ ഒരു ആഘോഷത്തിൽ പങ്കുചേരാം. ഇവിടെ എത്തിച്ചേർന്നില്ലെങ്കിലും നിങ്ങൾക്കൊപ്പം, നിങ്ങളിലേക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. TCV ഇവിടെ ഒരു വലിയ ടീം തന്നെ ഉണ്ടല്ലേ. തീർച്ചയായും. അപ്പൊ കാണാം. ഇനിയുമുണ്ട് 2 നാൾ.